ഗൈസ്, നമ്മുടെ സയൻസിലെ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് പ്രഷർ, വിൻഡ്, സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കാരണം എന്താന്ന് വെച്ചാൽ ഇതിലെ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനല്ല, ഫുൾ തിയറി മാത്രം. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലെ. അപ്പോൾ അതിൽ നിന്നുമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ ഒരു ചിത്രം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ലാൻഡ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്ക് എ ബി എന്നിങ്ങനെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ എവിടെയാണ്, എ ആണോ ബി ആണോ ലാൻഡ്, ഏതാണ് സി എന്ന് ഐഡന്റിഫൈ ചെയ്യണം നമ്മൾ. അതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം അല്ലെ. അപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ഏത് സമയത്താണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് ആഫ്റ്റർനൂൺ ആണെന്ന്, ഡേ ടൈം ആണ്. അപ്പൊ ഡേ ടൈമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഡേ ടൈമിൽ നടക്കുന്നത് ഏതാണ്, സീ ബ്രീസ് ആണോ ലാൻഡ് ബ്രീസ് ആണോ എന്ന് നമ്മുടെ മൈൻഡിലേക്ക് വന്നാൽ തന്നെ ഇത് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ മരങ്ങളുടെ ഡയറക്ഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കാറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ടാ, ഇതാണ് അല്ലെ, ഈ ഇലയുടെ ഡയറക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ബി ടു എയിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ ബി ടു എ എന്ന് പറയുമ്പോൾ ഇത് ഡേ ടൈമുമാണ് നടക്കുന്നത്. ഡേ ടൈമിൽ നടക്കുന്നത് എന്താണ് നമുക്കറിയാം, അത് സീ ബ്രീസ് ആണ് അല്ലെ, സീ ബ്രീസ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് സീ ആണ്, എ എന്ന് പറയുന്നത് ലാൻഡ് ആണ് അല്ലെ. നമുക്കറിയാം പകൽ സമയങ്ങളിൽ നടക്കുന്നതാണ് സീ ബ്രീസ്. അതായത് പകല് ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് ചൂട് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ചൂട് കൂടുമ്പോൾ ഇവിടെയുള്ള എയർ ഒക്കെ എന്ത് ചെയ്യും, വളരെ ലൈറ്റർ ആവും അല്ലെ. ചൂട് കൂടുമ്പോൾ അവരെന്ത് ചെയ്യും, മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകും അല്ലെ, ഇറ്റ് റൈസസ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും, എയർ വളരെ കുറവായിരിക്കും. ലോ പ്രഷർ റീജിയൻ ആണ് അപ്പോൾ ലാൻഡിൽ ഉണ്ടാകുക, ലോ പ്രഷർ റീജിയൻ. എന്നാൽ ഇതേ സമയം നമ്മളുടെ കടലില് സീൽ എന്താണ് അവസ്ഥ, എയർ വളരെ ഡെൻസർ ആണ്, വളരെ കൂളായിട്ടാണ്. അപ്പൊ കൂളാകുമ്പോൾ വളരെ ഡെൻസറുമാണ്, അതായത് അവിടെ പ്രഷർ വളരെ കൂടുതലാണ്, എയർ പ്രഷർ അവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എയറിനൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ഇത് ഹയർ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് ഫ്ലോ ചെയ്യും അല്ലെ, ഒരു മൂവ്മെന്റ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ എയർ മൂവ്സ് ഫ്രം ഹയർ കോൺസെൻട്രേറ്റഡ് ഏരിയ അല്ലെങ്കിൽ ഹയർ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. സീയിൽ നിന്നും ലാൻഡിലേക്ക് എന്ത് ചെയ്യും, എയർ മൂവ് ചെയ്യും അല്ലെ, ഒരു കാറ്റുണ്ടാകും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് സീ ബ്രീസ്. ഇത് നടക്കുന്ന ടൈം എന്ന് പറയുന്നത് ഡേ ടൈം ആണ് കേട്ടോ, ഡേ ടൈമിലാണ് ഇത് നടക്കുക. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് സീ ആണ്, എ എന്ന് പറയുന്നത് ലാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ട് ഇവിടെ. ഈ ചോദ്യം നിങ്ങളുടെ ചോദ്യമാണ്, ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. സീ ബ്രീസ് ബ്ലോസ് ഫ്രം ദ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് ആൻസർ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.